ഈ വീടുകൾ വെക്കുന്ന പലരും എങ്ങനെയാണ് അവരുടെ ആവശ്യമെന്ന് പലർക്കും അറിയില്ല. ഒരുപാട് സ്പേസ്, ഓപ്പൺ സ്പേസ് വീടിനകത്തിട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാടുകളും നമ്മളൊരു വീടിന് വേണ്ട മെയിൻ റിക്വയർമെൻ്റ് ഇതാണ്. 2 3 ബെഡ്റൂം വേണം, അല്ലെങ്കിൽ നല്ല ഡ്രോയിങ് റൂം സ്പേസ് വേണം, ഡൈനിങ് റൂം സ്പേസ് വേണം, അത്യാവശ്യം നല്ല അടുക്കള. ഇപ്പോൾ അടുക്കളയൊക്കെ സ്റ്റോർ റൂം എന്നുള്ള കൺസെപ്റ്റൊന്നും ഇപ്പോൾ അടുക്കളകൾക്കൊന്നും ആവശ്യമില്ല. കാരണം പണ്ട് കാലത്തായിരുന്നു നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റോർ റൂം സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു, അതിനകത്ത് വാഴക്കുല തൂക്കിയിടുന്നു, എല്ലാ രീതിയിലും ആ സ്റ്റോർ റൂം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മുടെ ഞൊടിയിടക്കുള്ളിൽ എത്തും. ഒരു ഫോൺ കോളിൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് വലിയ റൂം അങ്ങനെ സ്പേസ് കുറക്കാം. കഴിയുന്നതും കൺസ്ട്രക്ഷൻ ഏരിയ കുറക്കുക എന്നുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ അതിന് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ ആർക്കിടെക്ട്സിനോടും പറയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ബഡ്ജറ്റഡ് ഹോം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയുക. അതാണ് ആദ്യത്തെ കോസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ വരികയാണെങ്കിൽ അതിൽ സ്പാൻ ഓഫ് ദി റൂംസും എല്ലാം നമുക്ക് കോസ്റ്റ് എലിമെൻറ്റ്സിൽ നമുക്ക് റിഡ്യൂസ് ചെയ്യാനുള്ള കുറേ ടെക്നോളജി ഉണ്ട്. പിന്നെ അൺവാണ്ടഡ് സ്പേസ്, ഓഡ് മെഷർമെൻറ്റ്സ് വരാതിരിക്കുക. ഇപ്പോൾ നമ്മൾക്ക് മെറ്റീരിയൽസ് വരുന്ന ടൈൽസ് ആയാലും എന്ത് സാധനങ്ങളും ഫീറ്റിലൊക്കെയാണ് പലപ്പോഴും. 2 ഫീറ്റ്, 4 ഫീറ്റ്, 6 ഫീറ്റ്, 8 ഫീറ്റ് ഈ രീതിയിലുള്ള പ്രോഡക്ട്സുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കട്ട് ചെയ്യാത്ത ലാസ്റ്റ് പീസ് വരുമ്പോൾ ചില സ്ഥലത്ത് 6 അടി ഉണ്ടെങ്കിൽ 1/2 അടിയുടെ പീസ് എക്സ്ട്രാ വരും. അപ്പോൾ അതൊരു ആ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ നൈസോർ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. കാരണം ആ സ്പേസ് പ്ലാനിങ്ങും വിത്ത് മെഷർമെൻറ്റ്സ് പ്ലാനിങ് കൂടി ഉണ്ടെങ്കിൽ കുറേ ലാഭങ്ങളുണ്ടാവും. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യണം.